നമസ്കാരം. എ.ഡി. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ തെളിവുകൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം നൽകിയ ഹർജിയിൽ കണ്ണൂർ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് വിധി പറയും. ഇന്നലെ കേസ് പരിഗണിച്ച കോടതി വിധി പറയാൻ ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. കേസിലെ പ്രതി മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ, പെട്രോൾ പമ്പിന് അപേക്ഷ നൽകിയ ടി പ്രശാന്ത്, ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ എന്നിവരുടെ ഫോൺ രേഖകളും ടവർ ലൊക്കേഷനുകളും CCTV ദൃശ്യങ്ങളും അടക്കം തെളിവുകൾ സൂക്ഷിക്കണമെന്ന ഹർജിയിലാണ് ഇന്ന് കോടതി വിധി പറയുന്നത്. 3 പേരോടും വിശദീകരണം ചോദിച്ചിരുന്നെങ്കിലും ടി പ്രശാന്ത് മാത്രം മറുപടി നൽകിയിരുന്നില്ല. സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന് പി ദിവ്യ കോടതി അറിയിച്ചു. എന്നാൽ ഹർജിക്കാരുടെ ആവശ്യം അംഗീകരിക്കുന്ന നിലപാടാണ് ജില്ലാ കളക്ടർ കോടതിയിൽ സ്വീകരിച്ചത്. അതേസമയം നവീൻ ബാബുവിന്റെ മരണത്തിലെ അന്വേഷണം മറ്റൊരു ഏജൻസിയെ ഏൽപ്പിക്കണമെന്ന ആവശ്യം തുടക്കം മുതൽ തന്നെ നവീന്റെ കുടുംബം ഉന്നയിച്ചിരുന്നു. ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ അറസ്റ്റിലായപ്പോൾ അവരുടെ ജാമ്യാപേക്ഷയെ എതിർത്ത കുടുംബം കേരള പോലീസിന്റെ അന്വേഷണത്തിലെ അതൃപ്തി കോടതിയിൽ വാദത്തിൽ പ്രകടിപ്പിച്ചിരുന്നു. മറ്റൊരു ഏജൻസി അന്വേഷണത്തിൽ വന്നാൽ അവർക്ക് മതിയായ തെളിവുകൾ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ കുടുംബത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ദിവ്യയ്ക്ക് ജാമ്യം ആദ്യം നിഷേധിച്ചപ്പോൾ അന്വേഷണം സുഗമമായി മുന്നോട്ട് പോകുന്നെന്ന കുടുംബത്തിന്റെ കണക്കുകൂട്ടലുകൾ പിന്നീട് തെറ്റുകയായിരുന്നു. നവീന്റെ സഹോദരൻ പ്രവീൺ ബാബു കണ്ണൂർ പോലീസിൽ നൽകിയ പരാതിയിൽ പ്രശാന്തൻ ഉൾപ്പെട്ട ഗൂഢാലോചന അന്വേഷിക്കണമെന്ന ആവശ്യം ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നിരാകരിക്കുന്ന ഘട്ടം വന്നപ്പോഴാണ് തെളിവുകൾ സംരക്ഷിക്കണമെന്ന ആവശ്യവുമായി കുടുംബം രംഗത്ത് വന്നത്. ഈ ഹർജിയിൽ നടന്ന വാദത്തിലും മറ്റൊരു ഏജൻസിയുടെ ആവശ്യകത കുടുംബത്തിന്റെ അഭിഭാഷകൻ ഉന്നയിച്ചിരുന്നു. കേരള പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ലാത്തതിനാൽ മറ്റൊരു ഏജൻസി വന്നാൽ തെളിവുകളില്ലാത്ത സ്ഥിതിയാണ് ഉണ്ടാവുകയെന്നാണ് അന്ന് ചൂണ്ടിക്കാണിച്ചത്. ഈ കേസിന്റെ വിധി ശനിയാഴ്ചയാണ് വരുന്നത്. അന്വേഷണത്തിലെ പാളിച്ച തുടരുന്നു എന്ന ബോധ്യത്തിൽ നിന്നാണ് CBI എന്ന ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. ജനുവരി 6 വരെ ഹൈക്കോടതി അവധിയാണ്. വാദം കേട്ട ശേഷം ഈ ഹർജി വിധി പറയാനായി മാറ്റിയിരിക്കുകയാണ്. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന ആരോപണം ഉന്നയിച്ച പ്രശാന്തൻ ഉൾപ്പെട്ട ഗൂഢാലോചന അന്വേഷിക്കണമെന്ന പരാതിയിലെ ആവശ്യം കേട്ടുകേൾവി പ്രകാരമുള്ളതാണെന്ന നിലപാടാണ് പ്രത്യേക അന്വേഷണ സംഘം എടുത്തിരിക്കുന്നതെന്നാണ് വിവരം. നവീൻ ബാബു മരിച്ച വാർത്ത പുറത്തു വന്ന ദിവസം ചാനലുകളിലൂടെയാണ് പ്രശാന്തൻ കൈക്കൂലി ആരോപണം പുറത്തുവിട്ടതെന്ന വസ്തുത കണക്കിലെടുക്കാതെയാണ് പോലീസിന്റെ ഈ നിലപാടെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. എ.ഡി. നവീൻ ബാബു വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാത്ത ആളായിരുന്നുവെന്നായിരുന്നു പൊതുവെ റവന്യൂ വൃത്തങ്ങളിലെ ധാരണ. ആ ധാരണ തെറ്റിച്ചുകൊണ്ടാണ് പെട്രോൾ പമ്പിനായി അപേക്ഷ നൽകിയ ടി പ്രശാന്ത് എ.ഡി.എം 1 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയെന്ന് ആരോപിച്ചത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി ദിവ്യയും ഈ ആരോപണം ഏറ്റുപിടിച്ചാണ് യാത്രയപ്പ് യോഗത്തിനെത്തി നവീൻ ബാബുവിനെ പരസ്യമായി അപമാനിച്ചത്. എന്നാൽ ഇത് വ്യാജ കഥയാണെന്നാണ് എ.ഡി.എമ്മിന്റെ കുടുംബം വാദിക്കുന്നത്. നേരത്തെ വിജിലൻസിന്റെ പ്രാഥമിക റിപ്പോർട്ട് വന്നപ്പോഴും ടി പ്രശാന്ത് നവീൻ ബാബുവിന് കൈക്കൂലി നൽകിയതിന് തെളിവില്ല എന്നും വ്യക്തമായിരുന്നു. ഒരു ടെലിവിഷൻ ചാനലാണ് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളെന്ന് പുറത്തുവിട്ടത്. നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തുവെന്ന പ്രശാന്തിന്റെ മൊഴിയല്ലാതെ മറ്റ് തെളിവുകളൊന്നുമില്ല. തെളിവ് ഹാജരാക്കാൻ പ്രശാന്തിന് കഴിഞ്ഞുമില്ല. കോഴിക്കോട് വിജിലൻസ് സ്പെഷ്യൽ സെൽ SP ആയിരുന്നു അന്വേഷണം നടത്തിയത്. എന്നാൽ പ്രശാന്തിന്റെ ചില മൊഴികൾ സാധൂകരിക്കുന്ന തെളിവുകളും ദൃശ്യങ്ങളും ഉണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. സ്വർണം പണയം വെച്ചത് മുതൽ എ.ഡി.എമ്മിന്റെ ക്വാർട്ടേഴ്സിലേക്ക് എത്തുന്നത് വരെയുള്ള മൊഴികളിൽ തെളിവുകളുണ്ട്. എന്നാൽ ക്വാർട്ടേഴ്സിന് സമീപം എത്തിയ ശേഷം എന്ത് സംഭവിച്ചു എന്നതിന് തെളിവില്ല. ഒക്ടോബർ 5-ന് സ്വർണം പണയം വെച്ചതിന്റെ രസീത് പ്രശാന്ത് കൈമാറി. ഒക്ടോബർ 6-ന് പ്രശാന്തും നവീൻ ബാബുവും 4 തവണ ഫോണിൽ സംസാരിച്ചു. ഈ വിളികൾക്കൊടുവിലാണ് ഇരുവരും തമ്മിലെ കൂടിക്കാഴ്ച. ഒക്ടോബർ 8-ന് പെട്രോൾ പമ്പിന് NOC ലഭിച്ചു. കൈക്കൂലി കൊടുത്തുന്ന കാര്യം ഒക്ടോബർ 10-നാണ് വിജിലൻസിനെ അറിയിക്കുന്നത്. പ്രശാന്തിന്റെ ബന്ധുവാണ് കണ്ണൂർ വിജിലൻസ് DYSP വിളിച്ചു പറയുന്നത്. ഒക്ടോബർ 14-ന് വിജിലൻസ് CI പ്രശാന്തിന്റെ മൊഴിയെടുത്തു. അന്ന് വൈകിട്ടായിരുന്നു വിവാദമായ യാത്രയപ്പ് യോഗവും. വിജിലൻസ് DYSPക്ക് അന്ന് തന്നെ റിപ്പോർട്ടും നൽകി. പ്രശാന്തിന്റെ മൊഴിയെടുത്ത കാര്യം നവീൻ ബാബുവിനോട് പറഞ്ഞിട്ടില്ലെന്ന് വിജിലൻസ് അറിയിക്കുന്നു. പിറ്റേന്ന് ഒക്ടോബർ 15-നാണ് നവീൻ ബാബുവിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുന്നത്. കൈക്കൂലി കൊടുത്തെന്ന വെളിപ്പെടുത്തലിൽ പ്രശാന്തിനെതിരെ കേസെടുക്കാനും വകുപ്പില്ലെന്ന് വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു.